നമസ്കാരം. ഒരു ദുരന്ത നായകൻ കൂടി ഈ ലോകകപ്പിൽ നിന്ന് പടിയിറങ്ങുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ഫ്രഞ്ച് ദുരന്തമായി സ്പെയിനുമായിട്ടുള്ള ഒന്നാം സെമിഫൈനൽ. ലോകം കീഴടക്കാനെത്തിയ ഫ്രാൻസിൻ്റെ വീർ സ്പെയിനിൻ്റെ പടയോട്ടത്തിൽ ഒലിച്ചുപോയി. നമ്മൾ ഇന്നലെയും വരെ പറഞ്ഞതേ ഉള്ളൂ ഫ്രാൻസിൻ്റെ പടയോട്ടം കണ്ട് ലോകം അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് എന്ന്. എന്നാൽ ഇതുവരെ ഈ ലോകകപ്പിൽ നേരിട്ട ടീമുകളിൽ ബെൽജിയത്തിനോട് ഏറ്റുവാങ്ങിയ ഒരു ഗോൾ ഒഴികെ എതിർ ടീമിന് നേരാൻ വണ്ണം ഒരു ഗോൾ പോലും അടിക്കാൻ കഴിയാത്ത ഉർവര ഭൂമിയായിരുന്നു സ്പെയിനിൻ്റെ ഭൂമി. അപ്പുറത്താണെങ്കിൽ സ്പെയിൻ ആവോളം അടിച്ചു കൂട്ടിക്കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അമ്മാതിരി വരവായിരുന്നു സെമിയിലേക്ക്. എന്നാൽ ഫ്രാൻസിൻ്റെ കുതിപ്പ് സമാന്തരമായി സംഭവിച്ചുകൊണ്ടിരുന്നത് സ്പെയിനിന് വേണ്ടി ഇവിടെ ഈ സെമി ഫൈനലിലേക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മളൊന്നും വിചാരിച്ചില്ല. ഫ്രാൻസ് അതിനെല്ലാം മറികടക്കും എന്ന പ്രതീക്ഷ ആവോളം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ സെമി ഫൈനലിൽ അസൽ സ്പാനിഷ് പൂട്ടിട്ട് എംബാപ്പയും സംഘത്തെയും പൂട്ടി. 2 ഗോളടിച്ച് തിരിച്ചൊന്നടിക്കാനുള്ള നല്ല ശ്രമം പോലും നടത്താൻ കഴിയാത്ത വിധം പൂട്ടി ഫ്രാൻസ് പടയെ മടക്കി സ്പെയിൻ. ഈ ലോകകപ്പിലെ ഏറ്റവും ഗംഭീരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച എംബാപ്പയും ഡംബേലയും സംഘവും കിരീടം നഷ്ടപ്പെട്ടെങ്കിലും തലയുയർത്തി തന്നെ മടങ്ങുകയാണ്. 8 ഗോൾ നേട്ടത്തോടെ ലോകകപ്പിൽ ഇനിയും തൻ്റെ ഭാവി നിലനിൽക്കുന്നുണ്ട് എന്ന് തിരിച്ചുവരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എംബാപ്പയുടെ മടക്കം. അപ്പോഴും കപ്പിന് ഒരു കളിപ്പാടകലെ വെച്ച് സ്വയം തകർന്ന് മടങ്ങേണ്ടി വന്നതിൻ്റെ വേദന അവരെ വേട്ടയാടും. ഫുട്ബോളല്ലേ, ഏതു കുതിപ്പിനെയും ഒരു നിമിഷം മറികടന്ന് വിജയം അട്ടിമറിഞ്ഞു പോകുന്ന കളിയാണ്. അപ്പോൾ കളിച്ചവർക്ക് ജയം സ്വന്തമാക്കാം. സ്പെയിൻ അജയ്യരായി എത്തി നന്നായി കളിച്ചു, ലോകോത്തരമായ ഫുട്ബോൾ കളിച്ചു. അങ്ങനെ 2 ഗോളിന് ജയിച്ച് കപ്പിന് ഒരു കളിപ്പാടകലെ അവർ നിൽക്കുകയാണ് ഫൈനലിലേക്ക്. ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച കളിയിൽ ഒന്നാണ് കടന്നുപോയത്. ഗംഭീര മുഹൂർത്തങ്ങൾ, സ്പെയിനിൻ്റെ മനോഹരമായ ഫുട്ബോൾ. ഞാൻ മുമ്പ് മറ്റ് വീഡിയോകളിൽ ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ട് സ്പെയിനിൻ്റെ കളി എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തത് എന്ന്. എന്നാൽ ആ അനിഷ്ടത്തിൻ്റെ അവസാനത്തെ അവശേഷിപ്പും മായ്ച്ചു കളയുന്ന ഒരു കളിയാണ് ഇന്ന് സ്പെയിൻ കളിച്ചത്. അവരുടെ ഫാനായി പോകുന്ന മത്സരം, അതും ഫ്രാൻസിനോട്. മത്സരം എങ്ങനെയാണ് എന്ന് വിശദമായി തന്നെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഫ്രാൻസ് 2 ഗോളിന് തിരിച്ച് ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റാത്ത വിധം ഗതികെട്ട് തോറ്റുമടങ്ങിയത് എന്ന്. മത്സരം തുടങ്ങിയപ്പോൾ തന്നെ ഫ്രാൻസ് കളിച്ച കളി കണ്ടപ്പോൾ തോന്നി ഇത് ഫ്രാൻസിൻ്റെ ജയമായിരിക്കും പ്രഖ്യാപിക്കുക എന്ന്. ഏത് ഫ്രാൻസിൻ്റെ പതിവ് പരിപാടി തന്നെ കണ്ടത്. തുടക്കത്തിൽ തന്നെ സ്പാനിഷ് ബോക്സിലേക്ക് അവരിങ്ങനെ അരച്ച് കയറാൻ ശ്രമിച്ചു. 5-10 മിനിറ്റൊക്കെ അങ്ങനെ അങ്ങ് പോയി. പക്ഷേ സ്പെയിൻ ഫ്രാൻസിനെ ആ ഘട്ടത്തിൽ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടിരുന്നത് കണ്ടപ്പോൾ എന്തോ അപകടം വരാനുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. 15-ാം മിനിറ്റിൽ പന്തുമായി മുന്നേറുന്നതിനിടെ സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയെ മിച്ചൽ ഒലീസെ ഒരു ഫൗൾ ചെയ്തു. അതോടെ ഒരു ഫ്രീ കിക്ക്. പക്ഷേ സ്പെയിനിന് അത് ഗോളാക്കാനായില്ല. അത് കഴിഞ്ഞും ഫ്രാൻസ് ചില ശ്രമങ്ങളൊക്കെ നടത്തി. പതിയെ പിന്നോട്ട് ഫ്രാൻസ് ഇറങ്ങിപ്പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. 20-ാം മിനിറ്റോടെ കളി മാറിത്തുടങ്ങി. അതോടെ സ്പെയിനിനെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ ഫ്രാൻസിൻ്റെ അങ്കലാപ്പ് പ്രകടമായി. കളി കൈവിട്ട് തുടങ്ങിയിരുന്നു അവർക്ക്. ആ അങ്കലാപ്പിലാണ് അപ്രതീക്ഷിതമായ ഒരു പെനാൽറ്റി കിക്ക് പിറന്നത്. ബോളുമായി മുന്നേറുന്നതിനിടയിൽ സ്പെയിനിൻ്റെ പ്രതീക്ഷയായ ലമീൻ യമാലിനെ ഫ്രഞ്ച് ഡിഫൻഡർ ലൂക്കാസ് ഡെഗ്നെ ചവിട്ടി വീഴ്ത്തി. അതിന് ലഭിച്ച പെനാൽറ്റി കിക്ക് ഫ്രാൻസിൻ്റെ സ്വപ്നങ്ങൾക്ക് മേലുള്ള ആദ്യത്തെ ആണിയടിച്ചു. 22-ാമത്തെ മിനിറ്റിൽ ഫ്രാൻസ് ദുരന്ത മുഖത്തേക്ക് അടുക്കുന്നു എന്നതിൻ്റെ സൂചനയായി മാറി അത്. പെനാൽറ്റി എടുത്ത ഒയർസബാൽ അത് ഗംഭീര കിക്കിലൂടെ ഗോളാക്കി. ഈ ലോകകപ്പിൽ ആദ്യമായി അങ്ങനെ ഫ്രാൻസ് പിന്നിലായി. ഗോൾ നേടിയതിനു ശേഷം മറ്റൊരു സ്പെയിനിനെ കണ്ടു. അല്ലെങ്കിൽ ഈ കളിയിൽ ക്രമാനുഗതമായി അവരുടെ ഉയർച്ച അടയാളപ്പെടുത്തുന്ന അടുത്ത ഘട്ടം കണ്ടു. ഗോളായി, ഇനി മതി, തട്ടിമുട്ടി ടിക്കി ടാക്ക കളിക്കാം എന്ന് സ്പെയിൻ തീരുമാനിച്ചില്ല. ഫ്രഞ്ച് ഭൂമിയിലേക്ക് സ്പെയിൻ നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടു. അതിനിടയിൽ ഫ്രാൻസ് താരം വില്യം സാലിബ പരിക്കേറ്റ് പുറത്തുപോയതും ഫ്രഞ്ച് നിരയിൽ വിടവായി. പകരം ലക്രോയ്സ് ആണ് തിരിച്ചെത്തിയത്. ആദ്യ പകുതി അവസാനിക്കും മുമ്പ് ഒരു ഗോൾ നേടാൻ പരക്കം പായുന്ന ഫ്രഞ്ച് നിരയെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. എംബാപ്പയും ഡംബേലയും ഒലീസയും ബാർക്കോളയും അന്തവും കുന്തവും തിരിയാതെ ഇങ്ങനെ അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇവരൊക്കെ ഓരോ ഗോളുമായിട്ട് വരുമ്പോഴും ഇതിനു മുമ്പൊക്കെ കളിച്ച എംബാപ്പയൊക്കെ നമ്മൾ ഓർക്കും. പക്ഷേ അതൊരു കഴിഞ്ഞുപോയ കഥയാണ് എന്ന് ഓർമ്മിപ്പിക്കും മട്ടിൽ സ്പെയിൻ പ്രതിരോധത്തിൽ തകർന്നു വീണുപോകുന്ന ബിൽഡപ്പുകളായി മാത്രം അത് പിന്നീട് അവശേഷിക്കും. ഫ്രാൻസിൻ്റെ ഒരു കളിയും സ്പെയിനിൻ്റെ അടുത്ത് വിലപ്പോയില്ല എന്നർത്ഥം. ഇടവേളയ്ക്ക് മുമ്പുള്ള സകല ശ്രമങ്ങളും ഒടുക്കം വിഫലമായി. ഉഷാറായി തിരിച്ചെത്തിയാൽ യമണ്ടൻ കളി കളിക്കും ഫ്രാൻസ് എന്നൊക്കെ ഞാൻ വിചാരിച്ചാണ്. എന്നാൽ അങ്ങനെ അവർ തീരുമാനിച്ചാൽ കളിക്കാവുന്ന കളിയായിരുന്നില്ല ഇത്. സ്പെയിൻ തീരുമാനിച്ച് കളിക്കുന്ന കളിയായിരുന്നു ഈ സെമി ഫൈനൽ. 2-ാം പകുതി ആരംഭിച്ചപ്പോഴും കണ്ടത് സ്പാനിഷിൻ്റെ കടുത്ത മുന്നേറ്റം തന്നെ. തുരുതുരാ പൊരുതുന്ന സ്പെയിൻ. അങ്ങോട്ട് ഗോളടിക്കാൻ പോയാൽ വിഫലമായ ശ്രമങ്ങളുടെ ദുരന്തഗാഥയായി ഫ്രാൻസ് മാറുന്ന അവസ്ഥ.
ഇതെന്നെ കഥ. ഒടുക്കം 58-ാം മിനിറ്റിൽ ദുരന്തം പൂർണ്ണമായി. പെഡ്രോ പോറോ 58-ാം മിനിറ്റിൽ ഈ ലോകകപ്പിൽ ഫ്രാൻസിന് മേൽ അവസാനത്തെ ആണിയടിച്ചു. രണ്ടാമത്തെ ഗോൾ. ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാകും വിധം സ്പെയിൻ തങ്ങളുടെ വിജയത്തെ കോട്ട കെട്ടി കാക്കുകയും ചെയ്തു. ആ 2 ഗോളിന് ഫ്രാൻസ് അല്ലേ അടിച്ച് ജയിക്കാവുന്നതേ ഉള്ളൂ എന്ന് അവരുടെ മുൻ കളികളെ ആലോചിച്ച് പ്രതീക്ഷിച്ചു പോകും ചില ആളുകൾ. പക്ഷേ ഈ കളി, ഇതുവരെയുള്ള കളി അങ്ങനെ അല്ലാത്തത് കൊണ്ട് ആ പ്രതീക്ഷ ഇങ്ങനെ ആടിക്കളിക്കുന്ന പ്രതീക്ഷ മാത്രമായി മാറും. അതിനൊന്നും കഴിയാത്ത വിധം എംബാപ്പയെ പോലും ദുർബലമാക്കി കളഞ്ഞു സ്പെയിൻ നിര. അത് അവർ വെറുതെ തീരുമാനിക്കുക മാത്രമായിരുന്നില്ല, നടപ്പാക്കാനുള്ള കരുത്തും പ്രകടിപ്പിച്ചു സ്പെയിൻ. കളിച്ചു, ഗ്രൗണ്ടിനെ ഇളക്കി മറിച്ച് ഗംഭീരമായ ഫുട്ബോൾ കളിച്ചു അവർ. 2 ഗോളുകൾ വീണതോടെ ഫ്രാൻസ് തകർന്ന് ചിതറിപ്പോയി. അവരുടെ പ്രതികരണങ്ങൾ തന്നെ അത് വ്യക്തമായി. ബോൾ കിട്ടിയാൽ ഓടിപ്പോയി ഗോളാക്കുന്ന എംബാപ്പെ വരെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവനായി ഗ്രൗണ്ടിൽ അലഞ്ഞു. എംബാപ്പയ്ക്കൊന്നും കാലിൽ കിട്ടുന്ന ബോൾ എന്ത് ചെയ്യണം എന്നറിയാണ്ടായോ എന്ന് പോലും നമ്മൾ സംശയിക്കും. ഇടയ്ക്ക് ഗോളെന്നുറപ്പിച്ച ചില ശ്രമങ്ങളൊക്കെ ഉണ്ടായി. എംബാപ്പയുടെ അമ്മാതിരി ഒരു ശക്തമായ ഷോട്ട് മാർക്ക് കുക്കുറെല്ലയുടെ കാലിൽ തട്ടി പോസ്റ്റിന് പുറത്തേക്ക് പോകുന്നു നോക്കി ഫ്രഞ്ച് താരങ്ങൾ നിസ്സഹായരായി. അവസാനം ജയിച്ചില്ലെങ്കിലും ഒരു ഗോൾ അടിച്ചാൽ മതി എന്ന മട്ടിലായി ഫ്രാൻസിൻ്റെ കളി. എവിടെ? സ്പെയിൻ തീരുമാനിച്ചത് അവരുടെ ജയമായിരുന്നു. അവർ 2-ാം ഗോളിലൂടെ അവസാനത്തെ ആണി അടിച്ചു കഴിഞ്ഞിരുന്നു. ഇനി ഒരു ആക്രമണം സാധ്യമല്ലാത്ത വിധം അവരുടെ പ്രതിരോധ കോട്ട പൂട്ടപ്പെട്ടിരുന്നു. ഒടുക്കം ഇഞ്ചുറി ടൈമും കഴിഞ്ഞ് പരിപാടി അവസാനിപ്പിച്ചപ്പോൾ ഫ്രാൻസിന്റെ തുടർച്ചയായ 3-ാം ഫൈനൽ എന്ന ലക്ഷ്യം അനാഥമായി. എംബാപ്പയുടെ സ്വപ്നങ്ങൾ വീണുടഞ്ഞു. വമ്പൻ കളി കാണിച്ചു തന്ന് സ്പെയിൻ തലയുയർത്തി ഫൈനലിലേക്ക് വണ്ടി വിട്ടു. സ്റ്റാറ്റസിൽ ഫ്രാൻസിന്റെ അതികഠിനമായ ശ്രമങ്ങളെ അടയാളപ്പെടുത്തുന്നുണ്ട് എങ്കിൽ പോലും അതൊന്നും പെർഫെക്റ്റ് ആയിരുന്നില്ല. സ്പെയിനിൻ്റെ മുന്നിൽ തകർന്നു വീഴുന്നതായിരുന്നു. എങ്കിലും നമുക്ക് സ്റ്റാറ്റസ് എന്താണെന്ന് വിശദമായി നോക്കുമ്പം ആ കാര്യം മനസ്സിലാവും. 14 ഷോട്ട്സാണ്, 10 എണ്ണമാണ് സ്പെയിനിന്. 4 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഫ്രാൻസിന്, 2 എണ്ണം സ്പെയിനിന്. എന്നാൽ പൊസഷൻ 51% സ്പെയിൻ. അത് പണ്ടേ അങ്ങനെ തന്നെയാണ്. 49% മാത്രമാണ് ഫ്രാൻസ്. 408 പാസുകൾ ഫ്രാൻസിൻ്റേത്, 487 പാസുകൾ സ്പെയിനിൻ്റേത്. 87% പാസ് അക്യുറസി ഫ്രാൻസിന്, 86% സ്പെയിനിന്. 11 ഫൗൾസ് ഫ്രാൻസ്, 12 ഫൗൾസ് സ്പെയിൻ. 2 യെല്ലോ കാർഡ് ഫ്രാൻസ്, 1 സ്പെയിൻ. പിന്നെ ഓഫ് സൈഡ് 4 എണ്ണം ഫ്രാൻസ്, 5 എണ്ണം സ്പെയിൻ. 7 കോർണേഴ്സ് ഫ്രാൻസിന് കിട്ടി, 1 മാത്രമാണ് സ്പെയിനിന് കിട്ടിയത്. പക്ഷേ അവരുടെ പെർഫെക്റ്റായ ഫുട്ബോൾ ഇതിനെല്ലാം അതിജീവിച്ചാണ് മുന്നോട്ട് പോയത്. മേധാവിത്വം സമ്പൂർണ്ണമായി മാറിയത് അവിടെയാണ്. സ്പെയിനിനെ സംബന്ധിച്ച് കാലങ്ങളായുള്ള പോരാട്ടത്തിൻ്റെ റിസൾട്ട് കൂടിയാണിത്. ഓരോ ലോകകപ്പിലും സ്പെയിനിൻ്റെ പെർഫെക്റ്റ് ടിക്കി ടാക്ക ഫുട്ബോളിൻ്റെ ബലത്തിൽ, അവരുടെ ലോകോത്തര പ്രതിരോധത്തിൻ്റെ ബലത്തിൽ ഒക്കെ പ്രവചനങ്ങളിൽ അവർ മുന്നിൽ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. പക്ഷെ പൊടി പോലും കാണില്ല, കണ്ടുപിടിക്കാനുള്ളതായിരിക്കും കളി മുന്നോട്ട് പോകുമ്പോഴുള്ള അവസ്ഥ. എന്നാൽ ഇത്തവണത്തെ ഈ 2026 ലോകകപ്പിലേക്കുള്ള വരവ് വെറുതെ ആയിരുന്നില്ല. കാളപ്പോരിൻ്റെ നാട്ടിൽ നിന്ന് ഏത് കൊലകൊമ്പനെയും പിടിച്ചുകെട്ടാൻ ഒരുങ്ങിത്തന്നെ വന്നവരാണവർ. സെമി വരെയുള്ള യാത്രയിൽ മറ്റേതൊരു ടീമും നേരിട്ടിട്ടില്ലാത്തത്രയും ശക്തരായ സംഘങ്ങളെ നിലം പരിശാക്കിയായിരുന്നു അവരുടെ വരവ്. ഫ്രാൻസും അർജന്റീനയും ഇംഗ്ലണ്ടും അടക്കം ദുർബലരെ നേരിട്ടാണ് വന്നത് എന്ന വിലയിരുത്തലുകൾ നടക്കുമ്പോഴാണ് ഗ്രൂപ്പ് ഘട്ടം മുതൽ സ്പെയിൻ വമ്പന്മാരാണ് നേരിട്ട ചരിത്രം. പക്ഷേ നമ്മൾ ഫ്രാൻസിൻ്റെ വരവിനിടയിൽ സ്പെയിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളഞ്ഞു. അത് സെമി ഫൈനൽ തെളിയിച്ചു അത് ശരിയായിരുന്നില്ല എന്ന്. കേപ്പ് വെർദെ, ഓസ്ട്രിയ, പോർച്ചുഗൽ, ബെൽജിയം, ഇപ്പോൾ ഇതാ ഫ്രാൻസിനെ കൂടി സ്പെയിൻ പിടിച്ചുകെട്ടി പൂട്ടി പറഞ്ഞയച്ചു. ഫ്രാൻസിൻ്റെ വിഖ്യാതമായ പടയെപ്പൂട്ടി ഫൈനലിലേക്ക് അവർ കടക്കുമ്പോൾ 2010 ശേഷം ഒരു 2-ാം കിരീടം എന്ന സ്വപ്നത്തിലേക്ക് അവർ ഒരിക്കൽ കൂടി അടുത്തിരിക്കുന്നു. ഫ്രാൻസിൻ്റെ കിരീട സ്വപ്നങ്ങളിൽ മാത്രമല്ല, എംബാപ്പയുടെ റെക്കോർഡുകളിന്മേൽ കൂടിയാണ് ഈ തോൽവി നിഴൽ വീഴ്ത്തിയത്. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാകാൻ എംബാപ്പെ അവസാന പോയിന്റിൽ നിൽക്കുകയായിരുന്നു, മെസ്സിക്കൊപ്പം 8 ഗോളുകൾ നേടിക്കൊണ്ട്. മെസ്സി 2-ാം സെമിയിൽ കളിക്കാനിരിക്കുമ്പോൾ എംബാപ്പയുടെ നേട്ടം അതിനൊപ്പം നിലനിൽക്കുമോ എന്ന ആശങ്ക അവിടെയായി. ഇനി മെസ്സി ഗോളടിക്കാതെയും അർജന്റീന ജയിക്കാതെയും പോയാലും തുല്യ നിലയാണ് ഉണ്ടാവുക. മെസ്സി ഗോളടിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്താൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മെസ്സി 8, എംബാപ്പെ 8, ഇതാണല്ലോ നില. ഇനി അതിനെ മറികടക്കാൻ ആരൊക്കെയുണ്ട്? അത് ഏറെക്കുറെ അപ്രായോഗികമാണ്. മൂന്നാമത് 7 ഗോളുമായി ഹാളണ്ടാണ്. നോർവേ ഔട്ടായതോടെ അതിന് നടക്കില്ല. എന്നാൽ 4-മത് ഇംഗ്ലണ്ടിൻ്റെ ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നുമുണ്ട് 6 ഗോളുമായി, 3 എണ്ണം അപ്പുറത്ത്. പിന്നെ അവർ 3 എണ്ണം അടിച്ച് പിന്നെ ഒന്നും കൂടി 4 എണ്ണം അടിച്ച് മെസ്സി അവിടെ അടിക്കാതിരിക്കുകയൊക്കെ ചെയ്താൽ മാത്രമാണ് അതിൽ മുന്നോട്ട് പോകാൻ കഴിയുക. അതിന് പിന്നിൽ ഉസ്മാൻ ഡംബാലേക്ക് 5 ഗോള്. ഡംബാലയും പോയല്ലോ, ഫ്രാൻസ് പോയല്ലോ. ഫൈനൽ കളിക്കാനിരിക്കുന്ന സ്പെയിനിൻ്റെ ഒയർസബാലിന് 4 ഗോളുണ്ട്. ഇനിയും 4 ഗോൾ അടിച്ച് അതിൽ കൂടുതൽ അടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒയർസബാലിനും പ്രായോഗികമായിരിക്കില്ല. അപ്പോഴും അതിനൊക്കെ അപ്പുറത്താണ് ഫൈനൽ. ഒരു കിടിലൻ ഫൈനലായിരിക്കാം.
2010 ഫൈനലിൽ നെതർലാൻഡിനെ തോൽപ്പിച്ച് കിരീടം നേടിയതിനു ശേഷം ലോകകപ്പിൽ ഷൈൻ ചെയ്യാനേ കഴിഞ്ഞില്ല സ്പെയിനിന്. ഈ ലോകകപ്പിൽ ഏറ്റവും ഗംഭീരമായ കളി കളിച്ച് ഫ്രാൻസിനെ പറഞ്ഞയച്ച് സ്പെയിൻ ഫൈനലിൽ എത്തിയിരിക്കുന്നു. എതിരാളിക്കായി അവർ വെയിറ്റിംഗിലാണ്. ഇനി ഇംഗ്ലണ്ട് അർജന്റീന സെമിയിലെ വിജയിയെ സ്പെയിൻ നേരിടുമ്പോൾ 2010 ശേഷം കിരീടം നേടുക എന്ന ആ ചരിത്രം നടക്കാത്ത സ്വപ്നമാണ് എന്നവർ വിചാരിക്കുന്നില്ല. ആ കടം അവർക്ക് വീട്ടാനാകുമോ? ആ കപ്പ് അവർക്ക് ഉയർത്താനാകുമോ? കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.